അങ്ങനെ പെട്ടി കെട്ടിപ്പൂട്ടി ഹൈദരാബാദ് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ദാണ്ടടാ മുറ്റത്ത് എവിടെന്നോ കയറി വന്നൊരു പൂച്ചക്കുഞ്ഞ്. എവിടത്തെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും ഞങ്ങൾ അധികം നേരമൊന്നും സ്പെൻഡ് ചെയ്തില്ല. അതിനെടുത്ത് പതുക്കെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ആകെ തീരെ പൊടിക്കുഞ്ഞ, അതുകൊണ്ട് അവനെ വീട്ടിൽ നിർത്തുക എന്നുള്ളത് വലിയ സുഖമുള്ള കാര്യമല്ല. എന്താണല്ലോ ഏതോ വീട്ടിൽ നിന്ന് വലിഞ്ഞു കയറി വന്നിരിക്കുന്നതാണ്. എന്താണല്ലോ ഓരോന്ന് പിടിച്ചുകൊണ്ട് പോകും. അതിനു മുമ്പ് തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അമ്മ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പാലോ മണ്ണോ ഏതാണ്ടൊക്കെ കൊടുക്കാൻ നോക്കി. പക്ഷെ അതിന് മാത്രം കഴിക്കാനുള്ള വകയൊന്നും ആയിട്ടില്ല ആൾ. അതിലേക്ക് കുറച്ച് നേരം നടന്നെന്നാണ് അമ്മ പറഞ്ഞത്. പിന്നെ ആളുടെ ഓണർ തന്നെ വന്ന് പിടിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ സമയം കളയാതെ തിരിച്ചിറങ്ങി. ഞങ്ങളുടെ പെട്ടിയും കെട്ടിപ്പൂട്ടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോ ചേട്ടനെയും വിളിച്ചങ്ങ് പോയി. കുറച്ച് നേരമൊക്കെ പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു ത്രില്ല്. ഞാൻ ആദ്യമായിട്ടാണ് ഹൈദരാബാദ് പോകുന്നത്. പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ചാടി ട്രെയിനിൽ കയറിയതേ എനിക്കൊരു ചായ വേണമായിരുന്നു. ചേട്ടായിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അർജൻറ്റായിട്ടുള്ള എന്തൊക്കെയോ കോളൊക്കെ ചെയ്തുകൊണ്ട് ആളിരിക്കുകയാണ്. എൻ്റെ ഫ്ലാസ്കിൽ ഇനിയും ഉണ്ട് കുറച്ചുകൂടെ ചായ. എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പം അത് ഞാൻ തന്നെ കുടിക്കണം. ആളോട് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ആളെന്തൊക്കെയോ അർജൻറ്റായിട്ടുള്ള കോളും അങ്ങനെ എന്തൊക്കെയോ. ഞാൻ എന്താണെങ്കിലും ഫോണിലൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വർക്ക് കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ആൾ കയ്യിലുണ്ടായിരുന്ന ചിപ്സ് എടുത്ത് പൊട്ടിച്ച് എനിക്കും കുറച്ച് തന്നു. ഞാൻ അതും കയറ്റിക്കൊണ്ട് പതുക്കെ എൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആദ്യമായിട്ട് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരുമിച്ച്. കാറിലാണ് കൂടുതലും പോവാറ്. പിന്നെ ഇത്രയും ദൂരമായതുകൊണ്ട് എന്താണേലും വണ്ടിക്ക് പോക്ക് പാടാണ്. ഇപ്പോൾ രണ്ടാളോടെ ട്രെയിൻ ബുക്ക് ചെയ്ത് പോയത് തന്നെ വലിയ കാര്യമായി. ഒന്ന് റിലാക്സ് ചെയ്ത് സംസാരിച്ച് അങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പച്ച ഹരിതാപകരമായ കുറച്ച് കാഴ്ച അങ്ങ് കണ്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടാ എനിക്കൊരു സൂചന തന്നു, ഇതൊക്കെ ഇപ്പോഴേ ഉള്ളൂ, വേണേ കണ്ടോളാൻ. പക്ഷെ വർക്ക് പെൻഡിങ് ആയതുകൊണ്ട് എനിക്കെല്ലാം അങ്ങ് ആസ്വദിക്കാൻ പറ്റിയില്ല. കുറച്ചധികം ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതൊക്കെയോ ടൗണുകൾ പാസ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ചായയൊക്കെ കുടിക്കാൻ തോന്നി. എന്നാലും കുറച്ച് കഴിയട്ടെ എന്നിങ്ങനെ ചേട്ടായി പറഞ്ഞു. വർക്ക് മുഴുവൻ തീർക്കേണ്ടതുകൊണ്ട് എങ്ങനെ കുറേ നേരം ലാപ്പിൽ കുത്തിപ്പിടിച്ചിരുന്നു. കുറച്ചങ്ങ് അധികം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏതൊക്കെയോ സ്ഥലങ്ങളെത്തി. പിന്നെ ഒന്നും കാണാനില്ല. എല്ലാം ഇങ്ങനെ, എങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ തന്നെ. ഭംഗിയുള്ളതെന്ന് പറയാനും ഒന്നുമില്ല, ഭംഗിയില്ലാത്തതെന്ന് പറയാനും ഒന്നുമില്ല. ചുറ്റും ഇതേപോലെ മൊത്തം ഒരു ബിൽഡിങ്ങും ഇല്ല, ഒരാളുകളും ഇല്ല, ഒന്നുമില്ല. കൃഷിസ്ഥലമാണോയെന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. എന്താ പറയുക ഇതിനെയൊക്കെ കാഴ്ച എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നോർത്തിലേക്കും അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. തമിഴ്നാടൊക്കെ കയറിയെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കൃഷിസ്ഥലമായിട്ട് എനിക്ക് തോന്നിയത്. ചേട്ടായും പറഞ്ഞു ഇനി അങ്ങോട്ട് ഇതേ ഉള്ളത്. കണ്ട് മടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആശാൻ പതുക്കെ പുതപ്പ് എടുത്തുകൊണ്ടങ്ങ് കയറി കിടന്ന് ഉറങ്ങി. കുറച്ച് നേരമൊക്കെ ഉറങ്ങുന്ന കണ്ടു. ഇനിയൊന്നും കാണാനില്ല, കാണാനാവുമ്പോൾ ഞാൻ എഴുന്നേക്കാം, അപ്പം നീയും കൂടി ഇരുന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. ശരിയെന്ന് ഞാനും പറഞ്ഞു. എന്താണേലും കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് അങ്ങനെ ആസ്വദിച്ചിരുന്നു. കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കും അങ്ങ് മടുക്കാൻ തുടങ്ങി. കാരണം പുറത്തേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാനില്ലേ. അത് കഴിഞ്ഞപ്പോഴേക്കും ആളെ പതുക്കെ ഞാൻ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് നൈസായിട്ട് ഞാൻ അങ്ങ് കയറി കിടന്നു. ഞാനും കുറച്ച് നേരം അധികം അങ്ങ് ഉറങ്ങി. കുറേ നേരം ഫോണിൽ കുത്തി കളിച്ച് ലാപ്പിൽ കുത്തി കളിച്ചതിൻ്റെ ക്ഷീണം നല്ല രീതിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് സുഖമായിട്ട് കുറച്ചധികം നേരവും കിടന്നുറങ്ങി. കാരണം പുറത്തേക്ക് നോക്കിയിട്ടൊന്നും കാണാനില്ല. എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്നു. അവിടെ കണ്ടത് ഇവിടെ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കുറേ കൃഷിസ്ഥലമൊക്കെ കണ്ടു. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, ഒരുപാട് വ്യത്യാസമുള്ള പോലെ തോന്നി. ഞങ്ങളങ്ങനെ അധികം ട്രിപ്പൊന്നും പോകാത്തതുകൊണ്ട് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെയേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം. പിന്നെ കുറച്ച് നേരം ട്രെയിൻ അങ്ങ് നിർത്തിയിട്ടപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ അങ്ങ് പെയ്തു. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റു. കയ്യിലുണ്ടായിരുന്നൊരു ചെറിയ ബുക്ക് എടുത്തങ്ങ് വായിച്ചു. കുറച്ച് നേരമൊക്കെ ഇരുന്ന് വായിച്ച് ബോറടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ഒരു ദിവസം മുഴുവൻ ഒന്നല്ല 1-2 ദിവസം മുഴുവൻ ട്രെയിനിലിരിക്കേണ്ട അവസ്ഥയായിരുന്നു. ട്രെയിൻ എവിടെയൊക്കെയോ കുറേ നേരം പിടിച്ചിട്ട് ആകെ മൊത്തത്തിൽ ബോറടിച്ചു. കാരണം അവിടെ ഞങ്ങൾ രണ്ടുപേരും ഉള്ളായിരുന്നു. മേളിലുണ്ടായിരുന്ന 2 പേര് ഫുൾ ടൈം ഉറക്കം. അവർ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എവിടെയൊക്കെ ഇറങ്ങി. ഞാൻ ബുക്കൊക്കെ വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് കിടക്കണമെന്ന് പിന്നെയും തോന്നി. പക്ഷേ അപ്പോഴേക്കും ഞങ്ങളവിടെ എത്തി കേട്ടോ. ചെന്നിറങ്ങിയതേ ഒരു മലയാളി ഹോട്ടൽ കണ്ടു. അവിടെ കയറി നല്ലൊരു ഊണ് കഴിച്ചു. അത് കഴിഞ്ഞ് 1-2 ഫ്രണ്ട്സിനെ കണ്ടു. അതും കഴിഞ്ഞ് ഞങ്ങൾ ബിർള മന്ദിറിലേക്ക് പോകാൻ നിന്നു. എന്താണേലും ആ പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിൽ ഉത്സവപ്പറമ്പുകളിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് ചെറിയ കടകളും അതിൽ നിറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട്. ചേട്ടായി ആദ്യം പോയത് ഫ്രിഡ്ജ് മാഗ്നറ്റ് തപ്പിയാണ്. കാണാവുന്ന കടകളിലെല്ലാം കയറി ഇതൊന്ന് തപ്പിയെടുക്കാൻ വേണ്ടി. വീട്ടിലുള്ള ഫ്രിഡ്ജിന് ചുറ്റും ഇതാണ് ഇരിക്കുന്നേ. പോകുന്ന സ്ഥലങ്ങളുടെ എല്ലാം ഇതേപോലെ ഓരോന്നെടുക്കും. ഈ ഒരു ഹോബിയുള്ള ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ആളിനും ഉണ്ട് ആ ഹോബി. ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് കരുതി വന്നതാണ്.
നൈറ്റാണ് ഇവിടം കാണാൻ ഭംഗി. അങ്ങനെ ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ തപ്പിയെടുത്തതിന് ശേഷം ബിർള മന്ദിറിലേക്ക് കയറിപ്പോന്ന്. ആ കാണുന്ന വഴികളെല്ലാം അത്യാവശ്യം ഒരു ട്രഡീഷണൽ സെറ്റപ്പാണ്. വലിയ വണ്ടികളൊന്നും കയറിപ്പോയില്ല, ചെറിയ ചെറിയ ബൈക്കുകളും അങ്ങനെ ചെറിയ ഓട്ടോ അങ്ങനെയുള്ളതൊക്കെ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ചെറിയ കടകളും ഇങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ ആണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ അവിടേക്ക് കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ എന്നെ മാക്സിമം ആൾ സ്പീഡിൽ വലിച്ചുകൊണ്ട് പോകാറാണ് പതിവ്. എന്താണെന്നറിയില്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വലിയ കാര്യമായിട്ട് എന്നെ ഫോഴ്സ് ചെയ്തില്ല, പെട്ടെന്ന് വാങ്ങുന്നു. എന്താണ് പതുക്കെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാനുള്ളൊരു വഴിയായതുകൊണ്ട് സുഖമുണ്ടായിരുന്നു. എല്ലാം കണ്ട് കേട്ട് കുറേ ആളുകളൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുള്ളൂ. നമ്മളാ നാട്ടുകാരെല്ലാം എന്ന് അറിഞ്ഞുകൊണ്ടാണോ എന്തോ, പക്ഷെ ഞങ്ങൾ മാത്രമൊന്നുമല്ല, ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്തുനിന്ന് അവിടെ ഉണ്ട്. എന്താണേലും കണ്ടില്ലേ ചെറിയ ചെറിയ വീടുകൾ, ഈ കടകളുടെയൊക്കെ ഉള്ളിൽ വീടുകളാണ് കേട്ടോ. പക്ഷെ അത് കണ്ടാൽ വീടാണെന്നൊന്നും തോന്നില്ല കേട്ടോ. അതിനകത്ത് ഒരു വീട്ടിൽ തന്നെ 3-4 പേരുണ്ട്. അവർ ഡോറൊക്കെ ഓപ്പൺ ആകുമ്പോഴാണ് കാണുന്നത് അത് വീടാണെന്ന്. ഫ്രണ്ടിൽ നോക്കിയ ഒരു കട മാത്രമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കുറേ ഷോപ്പുകൾ. അതൊരു അമ്പലം പോലെയാണ്. അല്ല, അമ്പലം തന്നെ. അമ്പലത്തിലേക്ക് നേർച്ച കൊടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ടുള്ള കടകളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ അടുത്തെത്താറായി കേട്ടോ. അതിലേക്ക് പോകുന്ന വഴി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടന്നു കയറി ചെല്ലാനുണ്ട്. പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനോ ഒന്നും സമ്മതിക്കില്ല. ഫോണ്, ചെരുപ്പ് ഇതെല്ലാം അവിടെ മേടിച്ച് വെക്കും. പിന്നെ കയ്യിലൊരു ബാഗുണ്ടെങ്കിൽ അതുമായിട്ട് കയറി പോവാം, അത്രമാത്രമേ ഉള്ളൂ. ഈ പുറത്ത് നിന്നുള്ള എടുക്കുന്ന ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ചോണം. എന്താണെങ്കിലും ഭയങ്കര രസമാണ്. അതിൻ്റെ മേളിൽ ചെല്ലണം. ഫുൾ വൈറ്റ് മാർബിളിൽ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്പേസ്. അതിൻ്റെ ലൈറ്റിങ്ങും എല്ലാം ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒരു ഹോട്ടൽ തപ്പി. ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. ഹൈദരാബാദ് ബിരിയാണിയാണ് സ്പെഷ്യൽ. അത് അന്വേഷിച്ച് തന്നെ വന്നു. അതും കഴിച്ച് നേരെ റൂമിലേക്ക് പോകുന്ന വഴി ബിർള മന്ദിറിൻ്റെ നൈറ്റ് വ്യൂടെ ഒന്ന് കണ്ട്. ആഹാ, ഈ സാധനം അകത്ത് കയറി കാണാൻ പറ്റില്ലല്ലോ. അല്ല, അകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടേ മൊത്തത്തിൽ ഒന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നൈറ്റ് എല്ലാം കറങ്ങി തിരിഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ പിന്നെയും യാത്രയായി. നേരെ വെച്ച് പിടിച്ചു ചാർമിനാറിലേക്ക്. മോർണിംഗ് തന്നെ ഇറങ്ങി. എന്താണെന്നറിയോ, അവിടെ നല്ല തിരക്കാണ്. അവിടെ മാത്രമല്ല, റോഡിലും. എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ മോർണിംഗ് പോകണം. രാവിലെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചു എന്നെ. എന്താണേലും ഓട്ടോ ചേട്ടൻ ഞങ്ങളെ കാര്യമായിട്ട് തന്നെ അവിടെ എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നല്ല രീതിക്ക് സ്പീഡിൽ പോയി. അതിനിടയ്ക്ക് 1-2 ഫോട്ടോ എടുക്കണമെന്ന് ഞങ്ങളിങ്ങനെ വെറുതെ ആളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ ഏതൊക്കെയോ ഭാഷയിൽ, ഞങ്ങൾക്ക് ഹിന്ദിയൊന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി എന്തൊക്കെയോ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി. എന്താണേലും ആ ബിർള മന്ദിർ കാണാൻ പറ്റുന്നൊരു സ്ഥലത്ത് തന്നെ പുള്ളി ഞങ്ങൾക്കൊന്ന് വണ്ടി ഒതുക്കി തന്ന്. എന്നിട്ട് നേരെ ഞങ്ങൾ അപ്പുറത്തേക്ക് ചാടി. റോഡിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, രാവിലെ ആണെങ്കിൽ പോലും. അതൊരു ലേക്കാണ് കേട്ടോ. അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ അത്യാവശ്യം നമ്മൾ നൈറ്റ് കണ്ട വ്യൂ പകൽ കാണുന്നൊരു ഭംഗി വേറെയാണ്. ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ആൾ വണ്ടി അവിടെ ഒതുക്കി ഞങ്ങളെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. 1-2 ഫോട്ടോസ് ഞങ്ങൾക്ക് അവിടെ നിന്ന് എടുത്തു തന്നു. വേറെ ഫോട്ടോഗ്രാഫറൊന്നും ഞങ്ങളുടെ കൂടെ ഇല്ലേ. കെട്ടിയോൻ തന്നെ ഫോട്ടോഗ്രാഫറായതുകൊണ്ട് എൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ അല്ലാതെ എടുത്തു. പിന്നെ ഞങ്ങളുടെ 2 പേരോടുള്ള ഫോട്ടോസ് ആരെടുത്ത് തരാനാ. നല്ലൊരു മനുഷ്യനായിരുന്നു ഓട്ടോക്കാരൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുനിന്ന് ഞങ്ങൾ നേരെ പിന്നെയും പുള്ളി എടുത്തുകൊണ്ട് ചാർമിനാർ എത്തിച്ച്. എന്താണെങ്കിലും 2 ദിവസത്തെ ട്രിപ്പാണെങ്കിലും അത് നല്ല രീതിക്ക് ഞങ്ങൾ മുതലാക്കി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ദൂരയാത്രയൊന്നും ഇതിനു മുമ്പ് തമിഴ്നാട് ആളുടെ വർക്കിന് പോയിട്ടുള്ളതേ എനിക്കുള്ളൂ. പക്ഷെ വർക്കിന് പോകും, തിരിച്ചു വരും, അതിനപ്പുറമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ചാർമിനാറിൻ്റെ മുൻവശത്ത് തന്നെ എത്തി കേട്ടോ. രാവിലെ ആയതുകൊണ്ട് ഒരു മനുഷ്യനും ഇല്ല, ഒരു തിരക്കുമില്ല. കടകളൊന്നും ഓപ്പണായിട്ടില്ല, എല്ലാം ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ഓപ്പണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അല്ല തിരക്കെന്നാണ് ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞത്. ഇവിടെ നല്ല തിരക്കും നല്ല വെയിലും മൊത്തത്തിൽ അലമ്പും ബഹളമാണ് അത്രേ. പക്ഷേ കാണാൻ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഇതൊക്കെ അവർ പറഞ്ഞാണ് കേട്ടോ. നമ്മളിതിന് മുമ്പ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു വ്യൂ മാത്രമേ നമ്മുടെ മൈൻഡിലുള്ളൂ. രാവിലെ തന്നെ ചെന്നിറങ്ങി കുറച്ച് ഫോട്ടോസ് എടുക്കണം, കുറച്ച് നൈലിയിൽ നടക്കണം, അത്രയൊക്കെ ഉള്ളൂ. ഉച്ച കഴിയുന്നപ്പോൾ ഞങ്ങളുടെ ബസ് വരും, അതിനു മുമ്പ് തിരിച്ചെത്തുകയും ചെയ്യണം. എന്താണേലും ചാർമിനാർ എത്തി. കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ എടുത്തു തുടങ്ങി. നല്ല തണുപ്പുണ്ട്, ചെറിയൊരു ചാറ്റമഴയുണ്ട്. രാവിലെ ആയതുകൊണ്ടായിരിക്കാം. രാവിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ അന്വേഷിച്ചത് മുഴുവൻ ഒരു ചായക്കടയാണ് കേട്ടോ. പുള്ളി അതൊന്നുമല്ല. പുള്ളി ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷൻ, ഏതൊക്കെ പോസ്, ഇതൊക്കെയാണ് ആളന്വേഷിച്ചത്. എൻ്റെ പോക്ക് കണ്ടാലും പുള്ളി പറയും ചെയ്തു, നീ ശരിക്കും ഇവിടെ എന്തിനു വന്നതെന്ന്. ഞാൻ സത്യത്തിൽ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു ചായക്കടയായിരുന്നു. കൂട്ടത്തിൽ അവിടെ വന്നൊരു ഫോട്ടോയും എടുത്തു. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ആളും ബഹളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കില്ല. ഇത്രയും ഫ്രീ ആയിട്ട് അവിടെ കാണാനും പറ്റില്ല.
അങ്ങനെ രണ്ടുപേരും അയിലൊക്കെ കുറച്ച് നേരം നടന്നു. കാരണം കടയൊക്കെ തുറന്നു വരണ്ടേ, ഒരു ചായ കിട്ടണമെങ്കിൽ പോലും ഇതൊക്കെ ഒന്ന് തുറക്കണം. അവിടെ ആളുകൾ ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ മഴപ്പാറ്റിലും കുറേ ബഹളമൊക്കെയാണ് രാവിലെ. ചേട്ടായിനെ ആരോ നോക്കി നിന്ന പോലെ ഫോട്ടോ എടുത്ത് തരാമോ എന്ന് ചോദിക്കുന്നു. ആരോ വെയിറ്റ് ചെയ്യുന്ന പോലെയായിരുന്നു. എന്താണേലും ആൾക്കൊരു ഫോട്ടോ അവിടെ നിന്ന് എടുത്തു കൊടുത്തു. പിന്നെ ആ ആളെ ഞങ്ങൾ വെറുതെ വിട്ടില്ല, അയാളെ കൊണ്ട് തന്നെ ഞങ്ങളുടെ 1-2 ഫോട്ടോ എടുപ്പിച്ചു. എന്താണേലും സന്തോഷം, ഒരാളെ കിട്ടുക എന്ന് തന്നെ പറഞ്ഞ വലിയ കാര്യമല്ലേ അത്രയും രാവിലെ. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുറേ ആളുകൾ അവിടെ കുറച്ച് പ്രാവിന് തീറ്റ കൊടുക്കുന്നുണ്ട്. ഇതെവിടെ നിന്നാണ് ഈ തീറ്റ വാങ്ങുന്നത് എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പം ആ കാണുന്ന മൂടി വെച്ചിരിക്കുന്ന 1-2 കടകളിൽ ഇതിനുള്ള തീറ്റ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പോയി ഒരു 50 രൂപ കൊടുത്ത് മേടിച്ച്. എന്നിട്ട് ഈ പ്രാവുകൾക്കെല്ലാം ചുമ്മാ ഇരുന്നങ്ങ് കുറച്ച് നേരം കൊടുത്തു. രാവിലെ എന്തെങ്കിലുമൊക്കെ അതുങ്ങൾക്ക് തിന്നണ്ടേ. കയ്യിൽ വന്നിരിക്കുമായിരിക്കും എന്ന് കരുതി കയ്യിൽ വെച്ച് കുറച്ച് നേരം ചേട്ടായി വെയിറ്റ് ചെയ്തു. പക്ഷേ അവർ വന്നൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം ഞാനും അവിടെ ഇരുന്ന് കൊടുത്തു. മഴ അത്യാവശ്യം കനത്തിൽ വരാൻ തുടങ്ങി. എന്നാലും ഞങ്ങൾക്ക് അവിടെ നിന്ന് ഓടി മാറാനൊന്നും തോന്നിയില്ല, അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഈ മന്ദിറിനകത്ത് നമുക്ക് കയറാൻ പറ്റും കേട്ടോ, പക്ഷേ 9:30 കഴിയണം അത്രേ. ടിക്കറ്റൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇച്ചിരി നേരത്തെ ചെന്നുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. ചുറ്റുപാടും നടന്ന് കണ്ടു. കുറച്ച് നേരം പ്രാവിന് തീറ്റയൊക്കെ കൊടുത്തു. അവിടുത്തെ ആളുകളൊക്കെ വന്നു തുടങ്ങി. ചെറിയ ചെറിയ കടകളൊക്കെ ഓപ്പണായി തുടങ്ങി. എന്താണേലും ഭയങ്കര രസം. ചെറിയ ചാറ്റമഴ ഉള്ളതിലും അതിനകത്ത് നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു. കുറേ ആളുകളൊക്കെ നമ്മളിങ്ങനെ നോക്കുന്നു പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന കാണുമ്പോൾ. പക്ഷേ അവിടെ ഉള്ളവരെല്ലാവരും ഇത് ചെയ്യുന്നതാണ് കേട്ടോ. ഒത്തിരി പ്രാവുകൾ നമുക്ക് ചുറ്റും വന്നിരിക്കും. അവറ്റകൾ രാവിലെ തന്നെ വന്ന് അവരുടെ തീറ്റയൊക്കെ എടുത്തിട്ട് അങ്ങ് പോകും. അതിനിടയിൽ 2 ബൈക്കുകാർ അവിടെ വന്നു ഒറ്റ വീഴ്ച. എന്ത് ചെയ്യാൻ, അവിടെ തെന്നിയെന്നാണോ എന്താണോ, ബൈക്കിനെന്തോ പറ്റിയെന്ന് തോന്നുന്നു. പിന്നെ അവർ പതുക്കെ എഴുന്നേറ്റ് പോയി. ആരൊക്കെയോ വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ വിചാരിച്ച പ്രാവുകളല്ല അപ്പം പറന്നു പോകുന്നു. എന്താണല്ലോ അവരൊന്നും പോയില്ല. അവിടെ എന്ത് സംഭവിച്ചാലും അവരവരുടെ തീറ്റ എടുത്തിട്ടേ പോകുള്ളൂ. അങ്ങനെ കുറേ പേര് വന്ന് ഇങ്ങനെ എന്തൊക്കെയോ മേടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ആളുകൾ മേടിച്ചിട്ട് കൊടുക്കുമ്പോഴും ഇവർ ഓരോ ഡസനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നുകൊണ്ടേയിരിക്കും. എവിടാണോ നല്ല തീറ്റ കിട്ടുന്നത് അവിടെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അങ്ങനെ പറന്ന് നടക്കുന്നതാണ് നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്ര അടുത്തിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ആളുകൾ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും 1-2 ചായക്കടയൊക്കെ ഓപ്പണായ പോലെ ഞങ്ങൾക്ക് തോന്നി. ചെറിയ ചെറിയ കടകളൊക്കെ നല്ല രീതിയിൽ ഓപ്പണായി വരുന്നുണ്ടായിരുന്നു. പിന്നെ മഴയായതുകൊണ്ടോ തോന്നുന്നു ആളുകളൊക്കെ പതുക്കെ വരുന്നുള്ളൂ. കുറച്ച് നേരം കറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ചായക്കട കണ്ടുപിടിച്ച് ആളെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾ പറഞ്ഞു, ഇവിടെ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന്. ഫോട്ടോ എടുക്കുന്നല്ല, വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ എന്നെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കാൻ വേണ്ടി ആൾ കുറേ ശ്രമിച്ചു നോക്കി. ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും തലതിരിഞ്ഞേ വരുന്നുള്ളൂ. ആൾ പറഞ്ഞു തന്ന രീതി വെച്ച് നേരെ ഓപ്പോസിറ്റ് എന്നോട് പറഞ്ഞു, നിന്നെ ഈ പണിക്ക് കൊള്ളൂലാന്ന്. ശരി, എന്നാലും വേണ്ടില്ല. പുള്ളി നടന്നു പോകുന്ന കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തു കൊടുത്തു. പക്ഷേ ആൾക്ക് തീരെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ വേറെ വീഡിയോഗ്രാഫറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പുറകെ വന്ന് നിൽക്കുക, ഇങ്ങനെ എടുക്കുക വീഡിയോ, അങ്ങനെ എടുക്കുന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ പറയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് എൻ്റേന്ന് ഫോൺ മേടിച്ചിട്ട് ഞാൻ എടുത്തു തരാം, അങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. ആൾ വീഡിയോഗ്രാഫർ അല്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ എനിക്ക് എടുത്തു തരാറുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ലുക്കും കോലമൊക്കെ കണ്ടിട്ടൊരു വീഡിയോയ്ക്ക് പറ്റിയ ആളാണെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ അയിലയും ചവറ് പോലെ നടന്ന് എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് നടത്തം. പിന്നെ ആസ്വദിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ. എനിക്കിഷ്ടപ്പെട്ടത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ്. ഇത് ആസ്വദിച്ച് വന്നപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ വിശപ്പിൻ്റെ വിളിയോടെ വന്നു. ചായയിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ കുറേ നേരമായി പറയുന്നു, നമുക്കൊരു ചായയെങ്കിലും കുടിക്കാമെന്ന്. അവസാനം ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഫുഡും കഴിക്കേണ്ടി വരും, അതിനു മുമ്പ് എന്തെങ്കിലും ഒരു ചായ മേടിച്ചു തന്നു. അങ്ങനെ ഒരു ചായക്കട ഓപ്പണായി കണ്ടു. ഉള്ള ജനങ്ങൾ മുഴുവൻ അവിടെയുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു കാഴ്ചയുടെ കണ്ടു കേട്ടോ. അങ്ങോട്ട് നോക്കൂ, ആ കിടക്കുന്നത് ആരാന്ന് ചേട്ടായി വിളിച്ച് കാണിച്ചതെന്നാണ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഡോഗ് ലവേഴ്സാണ്. ഞങ്ങളുടെ ഡൂബി പോയതിന് ശേഷം ഞങ്ങൾക്ക് ഒരാളെ വളർത്താനൊന്നും പറ്റിയിട്ടില്ല, സാഹചര്യം കൊണ്ടാണ്. എന്നാലും അവനെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പിന്നെ ഞങ്ങൾ ഓടിച്ചെന്ന് ചായക്കട കയറി ഒരു ചായയും ഞാനൊരു ബണ്ണ് പോലത്തെ എന്തോ ആണ്, ഹൈദരാബാദ് സ്പെഷ്യലായിട്ടുള്ള എന്തോ സ്നാക്സൊക്കെയാണ്. രണ്ടുപേരും കഴിച്ചു. എനിക്കവിടുത്തെ ചായ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ചായക്കടയുടെ കുറച്ചപ്പുറത്ത് തന്നെയാണ് കേട്ടോ മക്ക മസ്ജിദ്. ഞങ്ങൾ നേരെ അങ്ങോട്ട് പിടിപ്പിച്ചു. ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടങ്ങ് പോയി. എന്താണെങ്കിലും അതിനകത്ത് കയറണമെങ്കിൽ ഒരു ദുപ്പട്ട ധരിക്കണം, അല്ലെങ്കിൽ പറുത. അവരെനിക്കൊരു ദുപ്പട്ടയൊക്കെ തന്നു. ഞാൻ അതുമായിട്ട് അകത്ത് കയറി. അകത്ത് നിറച്ചും പ്രാവ്. പുറത്ത് കണ്ടതിൻ്റെ ഇരട്ടിയാണ് അകത്തുള്ളത്. അവിടെ തീറ്റയൊന്നും കൊടുക്കാനൊന്നുമില്ല, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. അകത്തേക്ക് കയറുന്നതിന് ചെക്കിങ്ങൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര രസമുള്ള ഒരു പള്ളി. സ്ത്രീകൾക്ക് ഇപ്രവശത്ത് ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്താണെങ്കിലും ഞങ്ങളും കയറി. അവർ തന്ന ദുപ്പട്ടയൊക്കെ ഇട്ട് ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. എനിക്കെന്തോ നോർത്ത് സൈഡിലേക്കല്ല വേറെ ഏതോ സ്ഥലത്തേക്ക് പോയ പോലെ തോന്നി.
എന്താണേലും മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് അവിടെ നിന്നു. കുറേ നേരം അവിടെ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ മഴ ഇച്ചിരി കനത്തപ്പോൾ പള്ളിയുടെ ഇപ്പുറത്തെ വശത്ത് ഉള്ളിൽ കയറി. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അവിടെ ഒരുപാട് ആളുകൾ വിശ്രമിക്കുന്നുണ്ട്. കുറേ പേര് കിടന്നുറങ്ങുന്നു. പക്ഷേ മഴ നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, കാല് നല്ല രീതിയിൽ വഴുക്കും. എന്താണെങ്കിലും കുറേ ആളുകൾ പല സ്ഥലത്തു നിന്ന് വന്ന് അവിടെ ഉറങ്ങും വിശ്രമിക്കും എന്തൊക്കെയോ. ഞങ്ങളും കുറച്ച് നേരം അവിടെ വിശ്രമിച്ചു. പള്ളിയുടെ ഓരോ ഭാഗത്തു നിന്നും കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മഴ കാരണം കയറിയിരിക്കാനൊരു സ്ഥലം നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു വിശ്രമ സ്ഥലം കണ്ടത്. അധിക സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല, ഒരമണിക്കൂർ. അങ്ങനെ അവിടെ നിന്ന് മഴയൊന്ന് തോർന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പുറത്തേക്ക് ആടി. 1-2 ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. പിന്നെ നേരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ കുറേ അത്തറും സുറുമയും തൊപ്പിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ ചേട്ടായെ കൊണ്ട് കണ്ണിൽ സുറുമി എഴുതിപ്പിച്ച് നല്ലൊരു അത്തറും വാങ്ങി. ഫ്രണ്ട്സിനാന്ന് തോന്നുന്നു 2 തൊപ്പിയൊക്കെ ആൾ മേടിച്ചു. എന്നിട്ട് ആൾക്ക് വലിയൊരാഗ്രഹം, ഒരു തൊപ്പി വെച്ച് ഇതിൻ്റെ മുന്നേ ഒന്നൊരു ഫോട്ടോ അതും എടുത്ത് 2 പേരും കൂടെ പതുക്കെ അവിടെ നിന്ന് യാത്രയായി. പിന്നെയും വരാൻ നേരം ആ ഗേറ്റുമേൽ നിന്നൊരു 2 ഫോട്ടോയുടെ എടുത്ത്. ഒരു സന്തോഷം. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു പോരാനുള്ള സമയമായി. ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് വേറൊരു ഊബർ ബുക്ക് ചെയ്ത് കുറച്ച് നേരം പുറത്ത് വന്ന് നിൽക്കണമായിരുന്നു. വണ്ടി ഒന്ന് പുറത്തേക്ക് വരണ്ടേ. അപ്പോൾ ദാണ്ട്രാ കിടക്കുന്നു. ഞാൻ ഇതേപോലുള്ളൊരു ലൊക്കേഷൻ കണ്ടിട്ടുള്ളത് ദുരന്തർ മൂവിയിലാണ്. പാകിസ്ഥാൻ കാണിക്കുമ്പോൾ ഇതേപോലുള്ള എന്തൊക്കെയോ കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിന് എൻ്റെ തോന്നലാണോ എന്നറിയില്ല. പക്ഷേ ആ റോഡിന് നടുക്കിരുന്ന് തന്നെ എനിക്കൊരു ഫോട്ടോ എടുക്കണം, ഇപ്പം തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആൾ നേരെ പോയി റോഡിന് നടുക്കിരുന്നു. അങ്ങനെ 1-2 ഫോട്ടോ എടുത്തു കൊടുത്തു. ഒത്തിരി വണ്ടി വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് വന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ ഊബർ വന്നു കേട്ടോ. ഊബറല്ല, ഒരു ഓട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെയും തിരിച്ചു കയറി റൂമിൽ ചെന്ന് പെട്ടിയൊക്കെ എടുക്കണമായിരുന്നു. കാരണം ബസ് വരാൻ സമയമായി. ഓട്ടോ ചേട്ടൻ ഞങ്ങളെ ഏതൊക്കെയോ കുറുക്ക് വഴി കൂടെ ഒക്കെ കൊണ്ടുപോയി. ഒരു കടകളും തുറന്നിട്ടൊന്നുമില്ല. അപ്പോഴെന്താണെങ്കിലും റൂമിൽ ചെന്ന് വരുന്നപ്പോഴേക്കും കടകളൊക്കെ തുറക്കുമെന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. എന്താണേലും അങ്ങനെ ഹൈദരാബാദിന് ടാറ്റ പറയാൻ സമയമായി. 2 ദിവസം നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇത്രയും തിരക്കില്ലാതെ ഇവിടെയൊക്കെ കാണാൻ ഇത്രയും മോർണിംഗേ പറ്റുള്ളൂ അത്രേ. എന്താണേലും ഓട്ടോ ചേട്ടൻ ഞങ്ങളെ കുറച്ച് ഇടവഴി കൂടെയൊക്കെ ഫാസ്റ്റാക്കി തന്നെ റൂമിലെത്തിച്ചു. റൂമിൽ ചെന്ന് പെട്ടിയും ബാഗും ഒക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം അലമ്പാക്കിയിട്ടിരിക്കുകയായിരുന്നു. എത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാനാവോ അത്രയും നേരത്തെ തന്നെ ഓട്ടോ ചേട്ടൻ ഞങ്ങളവിടെ എത്തിച്ചു. അങ്ങനെ അവിടെ ചെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നേരെ മെട്രോയിലേക്ക് വെച്ച് പിടിപ്പിച്ചു. മെട്രോ കയറി മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ട്രെയിനൊക്കെ വരാറായി കേട്ടോ. കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴേക്കും എനിക്ക് വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു. ഞാൻ കുറേ നേരം ആളുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ, ഏതെങ്കിലും മാളിലേക്ക് പോകാമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ശരി, എന്താണേലും ബസ് വരാൻ സമയമെടുക്കുമല്ലോ, നമുക്ക് ഏതെങ്കിലും മാളിലേക്ക് പോകുന്ന ആളും പറഞ്ഞു എൻ്റെ അടുത്ത്. ഇനി ബാക്കിയുള്ള കാഴ്ച മെട്രോയിൽ ഇരുന്ന് കാണാമെന്ന് ഞാൻ ആസ്വദിച്ച് കയറി വരുമായിരുന്നു. എന്താണെങ്കിലും ട്രെയിൻ വരാറായി. ഞങ്ങളങ്ങനെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ആദ്യം ഒരു ട്രെയിൻ അങ്ങ് പോയായിരുന്നു ഞങ്ങൾ വന്നത്. എന്താണേലും ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സാരമില്ല, ഇവിടെ വന്നിട്ട് ഇനി കുറച്ച് കാഴ്ച ട്രെയിനിലിരുന്ന് കാണാം. അങ്ങനെ മെട്രോ വന്നു. പെട്ടെന്ന് ഏതെങ്കിലും ഒരു സീറ്റിൽ പോയിരിക്കണം. പെട്ടിയും തൂക്കി നടന്നതിൻ്റെ ക്ഷീണം നല്ല രീതിക്കുണ്ടായിരുന്നു. ചേട്ടായി ഇത് തന്നെ പറഞ്ഞു, എന്താണേലും വേണ്ടില്ല, തിരക്കൊന്നും ഉണ്ടാവില്ല, നമുക്ക് ചാടി കയറാം, എവിടെയെങ്കിലും കയറി ഇരിക്കാം. അത് കഴിഞ്ഞ് അമീർപേട്ടാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അവിടെ പോയി ഇറങ്ങാമെന്ന് കരുതി. പക്ഷേ മെട്രോ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോർ ഓപ്പൺ ആയതേ ഞങ്ങളുടെ 2 പേരുടെയും കിളി അങ്ങ് പാറി. ഇരിക്കാൻ പോയിട്ട് ഒന്ന് നിൽക്കാൻ പറ്റിയാൽ മതിയായിരുന്നെന്ന് തോന്നി. അത്രയും തിരക്ക്. ഇതെന്താ, ആളുകളെല്ലാം ഈ മെട്രോയിൽ തന്നെയാണോ? വീട്ടിലൊന്നും പോകുന്നില്ലേ? എന്താണോ വേണ്ടില്ല, ഞങ്ങൾ എങ്ങനെയൊക്കെ കയറി ഇറങ്ങിയതൊരു മാളിൽ. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും ഞങ്ങളുടെ ബസ്സിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനുള്ളൊരു വാൻ വന്നു. എൻ്റെ അമ്മേ, നാട്ടിൽ കോഴിവണ്ടി പോലും ഇങ്ങനെ കാണൂല, അങ്ങനെ ഒരു വണ്ടി. എന്താണെങ്കിലും കുറേ ആളുകൾ ഉണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളിലായിട്ട് ആ ബസ്സിലേക്ക് കയറാൻ ഹൈവേ മാത്രമേ നമ്മുടെ ബസ് നിർത്തുള്ളൂ. അതുകൊണ്ട് ഇടവഴി കയറില്ല. അങ്ങനെ ഞങ്ങൾ ബസ്സിലെത്തിയതേ കുറച്ച് നേരം ഞങ്ങളൊരു ഗെയിമൊക്കെ കളിച്ച്. ഈ ഗെയിം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ വീട്ടിൽ പിള്ളേരോടെ ഇരുന്ന് കളിക്കുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഇതൊക്കെ കാണിച്ചു. അങ്ങനെ എന്താണെങ്കിലും പിറ്റേന്ന് ഒരു 4 മണി 5 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി.